സഹകരണ പ്രസ്ഥാനത്തിന് ജീവൻ നൽകിയ മികച്ച സഹകാരി, ഗ്രന്ഥശാല പ്രവർത്തകൻ, പ്രമുഖ സാഹിത്യകാരൻ, പ്രഗത്ഭ വാഗ്മിയുമായ കോൺഗ്രസ് നേതാവ് ശ്രീ ബി.കെ. തിരുവോത്തിന്റെ 1-ാം ചരമവാർഷികം വിവിധ പരിപാടികളോടെ 4 ദിവസങ്ങളിലായി അനുസ്മരണ സമിതിയുടെ നേതൃത്വത്തിൽ നടത്തപ്പെടുന്നു. ഓഗസ്റ്റ് 2-ന് ഹൈസ്കൂൾ, UP വിഭാഗം വിദ്യാർത്ഥികൾക്ക് സാഹിത്യ ക്വിസ് മത്സരം ഓർക്കാട്ടേരി ശിവക്ഷേത്രം ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്നു. ഓഗസ്റ്റ് 9-ന് കാർത്തികപ്പള്ളി അർപ്പണ വിജ്ഞാനവേദി വായനശാല ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്ന ബി.കെ. തിരുവോത്തിന്റെ പുസ്തക ചർച്ചയും സാഹിത്യ സംവാദവും അനുസ്മരണ സമിതി ചെയർമാനും വടകര ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റുമായ കോട്ടയിൽ രാധാകൃഷ്ണന്റെ അധ്യക്ഷതയിൽ മലയാള സാഹിത്യ നിരൂപകനും എഴുത്തുകാരനും അക്കാദമിക് വിദഗ്ധനുമായ പ്രൊഫസർ K.V. സജയ് ഉദ്ഘാടനം ചെയ്തു. രാഷ്ട്രീയ പ്രവർത്തകർ മാത്രമായിരിക്കും എഴുത്തുകാർ അവരുടെ മണ്ഡലത്തിൽ മാത്രം ശ്രദ്ധയൂന്നുകയും ചെയ്യുക എന്ന ആ പതിവിന് വിരുദ്ധമായി സാഹിത്യത്തെയും രാഷ്ട്രീയത്തെയും ഒരുമിച്ച് കൊണ്ടുപോകാനായി, തന്റെ വ്യക്തിത്വത്തിൽ സമന്വയിക്കാനായി, അല്ലെങ്കിൽ തന്റെ വ്യക്തിത്വത്തിന്റെ ഏറ്റവും ദീപ്തിമത്തായ മുഖങ്ങളിലൊന്നായി സാഹിത്യ പ്രവർത്തനത്തെ മാറ്റാനായി ബി.കെ. തിരുവോത്തിന് എന്നതുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ സാഹിത്യ പ്രവർത്തനങ്ങളെ മുൻനിർത്തി, സാഹിത്യ സംഭാവനകളെ മുൻനിർത്തി ഈ സായാഹ്നത്തിൽ നമ്മൾ അദ്ദേഹത്തെ അനുസ്മരിക്കുന്നത്. ഇവിടെ സൂചിപ്പിച്ചതുപോലെ എഴുത്തിന്റെ ഒട്ടുമിക്ക മേഖലകളിലും കൈവച്ചിട്ടുള്ള ഒരു എഴുത്തുകാരനായിരുന്നു അദ്ദേഹം. തേൻതുള്ളി എന്ന പേരിൽ ഒരു കഥാസമാഹാരമുണ്ട് അദ്ദേഹത്തിന്റെ പേരിൽ. പരൽമീനുകൾ എന്ന പേരിൽ ഒരു കവിതാ സമാഹാരമുണ്ട്. രാഷ്ട്രീയ വിഷയങ്ങൾ കൈകാര്യം ചെയ്യുന്ന 2-3 പുസ്തകങ്ങൾ വേറെയുണ്ട്. കൂടാതെ വളരെ ശ്രദ്ധേയമായ ഒരു ജീവചരിത്രമുണ്ട് അദ്ദേഹത്തിൻ്റെതായി. ഡോക്ടർ K.V. മേനോൻ എന്ന വടകരയിലെ മുൻ MP ആയിരുന്ന, ആദ്യകാല കോൺഗ്രസ് സോഷ്യലിസ്റ്റ് ആയിരുന്ന, ഇങ്ങനെയൊന്നും പറഞ്ഞാൽ പോരാ, കീഴരിയൂർ ബോംബ് കേസിലെ ആദ്യ പ്രതിയായിരുന്ന, അത്തരത്തിൽ ക്വിറ്റ് ഇന്ത്യ സമരത്തിൽ ഏറ്റവും സജീവമായി പങ്കെടുത്ത K.V. മേനോനെ പറ്റി, ഡോക്ടർ K.V. മേനോനെ പറ്റി വളരെ സമഗ്രമായ ഒരു ജീവചരിത്രം എഴുതിയിട്ടുണ്ട് ബി.കെ. തിരുവോത്ത്. ചരിത്ര ഗ്രന്ഥകാരൻ P. ഹരീന്ദ്രനാഥൻ മോഡറേറ്ററായ ചടങ്ങിൽ പ്രമുഖ സാഹിത്യകാരന്മാരായ രാജൻ ചെറുവോട്ട്, V.K. സുരേഷ് എന്നിവർ സാഹിത്യ ചർച്ചയിൽ പങ്കെടുത്തു. ചർച്ചയിൽ P.S. രഞ്ജിത്ത്, ബാബു ഒഞ്ചിയം, ബിജു പ്രസാദ് KK, രഞ്ജിത്ത് സ്വാമിനാഥൻ, ജഗദീഷ് പാലയാട്ട്, കുനിയിൽ രവി എന്നിവർ സംസാരിച്ചു. അനുസ്മരണ സമിതി കൺവീനർ പാറക്കൽ രവി സ്വാഗതവും ജോയിന്റ് കൺവീനർ C.K. ഹരിദാസൻ നന്ദിയും പറഞ്ഞ ചടങ്ങിന് പറമ്പത്ത് പ്രഭാകരൻ, രേരോത്ത് രാജഗോപാൽ എന്നിവർ നേതൃത്വം നൽകി. ഓഗസ്റ്റ് 10-ന് കാലത്ത് തിരുവോത്തിന്റെ സ്മൃതി കുടീരത്തിൽ പുഷ്പാർച്ചനയും ഉമ്മൻചാണ്ടി ഭവനിൽ ഫോട്ടോ അനാച്ഛാദനവും നടക്കുന്നു. ബി.കെ. തിരുവോത്ത് സ്മാരക പ്രഥമ നോവൽ പുരസ്കാര സമർപ്പണവും അനുസ്മരണ സമ്മേളനവും നിയമസഭാ സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്യുമെന്ന് അനുസ്മരണ സമിതി ചെയർമാൻ കോട്ടയിൽ രാധാകൃഷ്ണൻ അറിയിച്ചു.